എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി റയർ പീസ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്, ഹോണ്ട സിവിക്. അപ്പോൾ ഇത് ഹോണ്ട സിവിക് വി വേരിയന്റിലുള്ള വണ്ടിയാണ്. എല്ലാവർക്കും അറിയാം, പെട്രോൾ ആണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള ഒരു വാഹനമാണ്. സിംഗിൾ ഓണറാണ്. 2012 മോഡലാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിന്റ് ആണ്. ഒറ്റ ഗ്ലാസോ ഡോറോ ഡിക്കോ ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ഒരു ക്ലീൻ ആയിട്ട് കൊണ്ടു നടന്ന ഒരു വണ്ടിയാണ്. ഇപ്പൊ ഇവർ ഈ വണ്ടി ഇനിയിപ്പോ ഇതിന്റെ കാലാവധി ഇവിടെ തീരാറാകുന്നതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. കാരണം അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ മൊത്തത്തിൽ ഞാൻ ഒരുമിച്ചങ്ങ് പറയാം, കാരണം ഞാൻ പെയിന്റ് എല്ലാം ചെക്ക് ചെയ്താണ്. ഒരിടത്ത് പോലും റീപെയിന്റ് വന്നിട്ടില്ല. ഇപ്പൊ ഈ ഫെൻഡറുകളിലോ ഡോറുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. മൈന്യൂട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചുകളേ ഉള്ളൂ. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിനകം ഒന്ന് കാണാം. ഇന്റീരിയർ ഒക്കെ ഒരു പുതിയ വണ്ടിയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്, യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇല്ല. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി പഞ്ചിങ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പലരും കോള് വിളിച്ചിട്ട് നമ്മളോട് ക്രിസ്റ്റ ഉണ്ടോ, ഫോർച്യൂണർ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിലുള്ള വണ്ടി ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടായിട്ട് ഞാൻ പറയുന്നതാണ്, നമ്മൾ വണ്ടികൾ സ്റ്റോക്ക് എടുത്തിട്ടിട്ട് മറിച്ച് വയ്ക്കുന്ന ആളല്ല. നമ്മൾക്ക് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ നോക്കി എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ട് മറിച്ച് വയ്ക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം പറയുകയാണ്. നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നൊരു വാഹനം, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിന്റെ നമ്പറിൽ നമ്മളെ വിളിക്കുക. അപ്പോൾ നമുക്കിനി ഈ ഡോറിന്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തേന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഹോണ്ട സിവിക് എന്നുള്ളതും പിന്നെ ഇതിന്റെ 1.8 ലിറ്റർ എഞ്ചിൻ വി വേരിയന്റ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിക്കി ഒന്ന് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിന്റെ ചാവിയുടെ കാര്യം പറയുമ്പോഴത്തേന് ഇത് ഇത്രയും വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണെന്ന് നമ്മൾ ഗ്യാരണ്ടി പറയുന്ന അതിനകത്ത് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ 3 കീയും, ഇത് റിമോട്ട് കീ ആണ്, ഇതുപോലെ ഒരു റിമോട്ട് കീയും പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉൾപ്പെടെ 3 കീയും ഇതിന്റെ അവൈലബിൾ ആണ്. ഇതിന്റെ ഉൾവശത്ത് നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്, നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള പേസ്റ്റിങ് പൊട്ടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്കിതിന്റെ ടൂൾസ്, വണ്ടിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാം. ഈ സ്റ്റെപ്പിനി ടയർ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനി ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു സൈഡ് മൊത്തത്തിൽ പറയാം. ഈ ഒരു ഭാഗത്ത് 1-2 ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. അത് നോർമലി ഇവിടുത്തെ വണ്ടിയിൽ ഇത്രേ വന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഇതേ വന്നിട്ടുള്ളൂ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ ഈ ഡോറുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്നൊന്ന് കാണാം. ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഇനി നമുക്ക് പില്ലറിന്റെ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ, ഈ ഭാഗത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഡോർപാടൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പവർ വിൻഡോയുടെ സ്വിച്ചുകളും മിററിന്റെ സ്വിച്ചുകളും ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് പില്ലറിന്റെ ഭാഗം ഒന്ന് നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നുമില്ല. ബോണറ്റും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഹെഡ്ലൈറ്റുകളിലൊന്നും യാതൊരു ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. താഴെ നമുക്ക് 2 ഫോഗ് ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം. എഞ്ചിൻ റൂം ഒക്കെ ഷോറൂം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അവിടെ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഞാനിത് തുറന്ന് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആദ്യത്തെ കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ ബോണറ്റിന്റെ മേൽവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഈ എഞ്ചിൻ റൂം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ വണ്ടി ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണെന്നുള്ള. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു
വണ്ടിയാണിത്. പൊതുവേ നമുക്ക് ഈ ഹോണ്ടയുടെ വണ്ടികളിലൊക്കെ വരുന്ന മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലീക്ക് ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ശകലം പോലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പുതിയ കണ്ടീഷനിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. പെട്രോൾ വണ്ടിയാണ്, അറിയാമല്ലോ, വളരെ സൈലന്റ് ആണ്. എഞ്ചിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് കൊതി തീർന്നിട്ടില്ല. കാരണം വണ്ടി കാല് കൊടുത്ത നല്ല സ്മൂത്താണ്, നല്ല പറന്ന് നിൽക്കും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള 1.8 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്കിതിന്റെ ഇന്റീരിയർ ടയറും ഒന്ന് കാണാം. ഈ വണ്ടിയുടെ ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയും ക്ലീൻ ആണ് ഇതിനകം. ഈ സെൻട്രൽ കൺസോളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഇതിനകമൊക്കെ ഇരിക്കുന്ന കാണണം, എന്തൊരു വൃത്തിയാണെന്ന് നോക്കി. അത്രയും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇവിടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകെ നിര സീറ്റുകൾ ഒന്ന് കാണാം. സോറി, സീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. സീറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സീറ്റൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ, ഒരു ശകലം പോലും അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇനി പുറകെ നിര സീറ്റ് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ അതും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കുറ്റവും ഇതിൽ പറയാനില്ല. ഇവിടെ ഒരു ആംറസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു കപ്പ് ഹോൾഡർ, പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലത്തെ നമുക്ക് ഓളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ചാനൽ മാറ്റാനും ഒക്കെ ഉള്ള ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഹോണ്ടയുടെ തന്നെ കമ്പനി അലോയ്സ് ആണ് ഇതിൽ കിടക്കുന്നത്. ടയർ മിഷലിൻ്റെ 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. 4 ടയറുകളും മിഷലിൻ്റെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ പറയാം. 2012 മോഡൽ ഹോണ്ട സിവിക് ആണ്. വി വേരിയൻറ്റിലുള്ള വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ വേരിയൻറ്റ് വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ സംഭവിച്ചിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഇൻഷുറൻസ് വാലിഡ് ആയിട്ടുള്ള വാഹനമാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം നിലവിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ് 2,85,000 രൂപ വിത്ത് NOC ആണ് ഈ വാഹനത്തിന് അവർ പറയുന്ന വില. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽ അതിനകത്ത് വരും. അപ്പം ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൽ അംഗമാകുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് കാണുന്നവരേക്കും ബൈ.